എന്താണ് പറഞ്ഞത്? ഉത്തരവാദിത്ത ബോധത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. ആ കാര്യം അത് കളവാണോ അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അടുത്ത പ്രസംഗത്തിൽ പറയണം. നിങ്ങൾ അത് പറയിപ്പിച്ചേ അടങ്ങൂ. അതാ പറയുന്നത്. നിങ്ങൾ പറയണം. എന്താ നിങ്ങൾ രക്ഷപ്പെടുന്നത്? അന്ന് മൂസ നബിയാണ് തന്നെ നമ്മൾ പറയുന്നത്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ. നബി അല്ലെങ്കിൽ അത് പറ. എന്താ തെളിവ് എന്ന് പറ. ഉസ്താദ് എഴുതിയത് ശരിയാണെങ്കിൽ പറ, അതല്ലെങ്കിൽ തിരുത്തു കൊടുക്ക്. ഓരോന്നോരോന്ന് തിരുത്തിപ്പിക്കാനായി പറയുന്നത്. തിരുത്തു കൊടുക്ക്. നിങ്ങൾ എന്താ തിരുത്തു കൊടുക്കാത്തത്? കൊടുക്കണം. നിങ്ങൾ അത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത് ഈ രാജ്യത്തോട് വിളിച്ചു പറയണം. അതുകൊണ്ടൊന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഓരോ നുണ ബുക്കിൽ എഴുതുക. എന്നിട്ട് ആ ബുക്ക് എഴുതിയ ആളെ ന്യായീകരിക്കുക. പരലോകത്തുണ്ടാവോ നിങ്ങൾ ന്യായീകരിക്കാൻ ഉസ്താദിനെ? ദുനിയാവ് നിങ്ങളാ ന്യായീകരിച്ചു. അല്ലാഹു ചോദിച്ചില്ലേ, ഹാ അൻതും ഹൗലായി ജാദൽതും അൻഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമത്തി അമ്മൻ യകൂനു അലൈഹിം വകീലാ. പറയണം. പേരോട് ശ്രദ്ധിച്ചോ ആയത്ത്. നിങ്ങളിതായി തോന്നിയാസം ചെയ്ത ആളുകൾക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് നിങ്ങൾ തർക്കിക്കുന്നു. അങ്ങനെ ഹുസൈൻ സലഫി ഷാർജി പോയപ്പോ ബുലൂഹായോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലതും കളിച്ചിട്ട് ഈ കളവ് പറഞ്ഞ ആളുകളെ ന്യായീകരിക്കാൻ നോക്കുന്നു. അവർക്ക് വേണ്ടി വാദിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ദുനിയാവിൽ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമത്തി അമ്മൻ യകൂനു അലൈഹിം വകീലാ. ഇവർക്ക് വേണ്ടി അള്ളാന്റെ കോടതിയിൽ വരുമ്പോ എന്റെ ഹബീബായ മൂസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഇതാ എന്നെ പറ്റി കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന് മൂസ നബി അള്ളാനോടെങ്ങാനും ആ നിലക്ക് പരാതി അങ്ങ് പറഞ്ഞാലോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ള നിങ്ങളെ വിടുമോ? നിങ്ങൾ അവിടെ ആ ഉസ്താദിന് വേണ്ടി തർക്കിക്കാനുണ്ടാകുമോ? ഉസ്താദിന്റെ വക്കാലത്തേറ്റെടുക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ? അവിടെ ഉണ്ടാകുകയില്ല. ഞാൻ അവിടെ രക്ഷപ്പെടുകയില്ല എന്ന പരലോകബോധം പേരോടിനുണ്ടെങ്കിൽ മരിച്ചു പോയിട്ട് മഹ്ശറില്ലെന്ന് അള്ളാന്റെ കോടതിയിൽ ഞാൻ എനിക്കിത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന ബോധമുണ്ടെങ്കിൽ പേരോടിനോട് ആവശ്യപ്പെടുന്നു. അടുത്ത പ്രസംഗത്തിൽ പറയണമെന്ന് മജ്മഉൽ ബഹ്റൈനിലേക്ക് മൂസാ അലൈഹിസ്സലാം പോയ കാലത്ത് അദ്ദേഹം നബിയായിരുന്നില്ല എന്ന നിങ്ങളുടെ ഉസ്താദിന്റെ വാദം നിങ്ങൾ തെളിയിക്കണം. അതല്ലെങ്കിൽ അത് തള്ളണം. നാദാപുരത്തുകാരത് കാതോർത്തുകൊണ്ടിരിക്കുന്നു. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവർ പറഞ്ഞത് എന്താണ്? ആരെയും വിളിച്ചു തേടാ. ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? നമ്മളിവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിക്കൂടാ എന്നിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആരെ വിളിച്ചു തേടിയാലും അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? വിളിക്കപ്പെടുന്ന വ്യക്തി സൃഷ്ടിയാന്ന് വിശ്വസിച്ചാൽ മതി. സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. സ്വയം കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്. അഥവാ സ്വമദീയത്ത് അതൊരു മണ്ണാർക്കാട്ട തുരുപ്പ് ഷീട്ടായിരുന്നു. മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞ് പണ്ഡിതന്മാരുടെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തിയപ്പോ സ്വമദീയത്തെന്ന പേര് പോലും ഇപ്പൊ സ്റ്റേജുകളില്ലെന്ന് പറയാൻ മുസ്ലിയാക്കൾക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. പേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് നിങ്ങളുടെ വാദമാണ്. സ്വമദീയത്ത് വിളിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വണങ്ങപ്പെടുന്ന ശക്തി സ്വമതാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അതല്ല അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടേ സഹായിക്കൂ എന്ന് വിശ്വസിച്ചാൽ അതിലൊരു തകരാറുമില്ലെന്ന് നിങ്ങൾ ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുഴുസ്ഥലത്തും നിങ്ങളുടെ ആലുവ സംവാദം വരെയും നിങ്ങളുടെ വാദം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പറയട്ടെ, ആ കൃത്യമായ കാര്യം അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ ആ ഒരു വാദം നിങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരാശയം പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിൽക്കക്കള്ളിയില്ലാത്തതാണെന്ന് മണ്ണാർക്കാട് വെച്ച് തെളിയിക്കപ്പെട്ടു. ഓരോ സ്ഥലത്തും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിശ്വാസ പ്രകാരമാണെങ്കിൽ ലോകത്ത് ഒരു മുശ്രിക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ഒറ്റ മുശ്രിക്കും അള്ളാനെ പോലെ മറ്റൊരു അള്ളണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവിടെയാണ് നമ്മുടെ ചർച്ച എങ്ങോട്ട് പോയത്? അറേബ്യൻ മുശ്രിക്കുകളിലേക്ക് പോയത്.
അറേബ്യൻ മുശ്രിക്കുകളിൽ വന്ന ശിർക്ക് അവര് അല്ലാഹു അല്ലാത്തവരിൽ സ്വമദീയത്ത് കൽപ്പിച്ചിട്ടില്ല എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അതിന് കുറെ തെളിവുകൾ അങ്ങ് നമ്മൾ ഉദ്ധരിച്ചു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഖാലിഖ്, റാസിഖ്, മുഹ്യി, മുമീത്ത്, മുദബ്ബിറുൽ ഉമൂർ, അഥവാ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഇതെല്ലാം അള്ളയാണ് എന്ന് അവരും അംഗീകരിച്ചിരുന്നു. എന്നിട്ടും അവർ മറ്റൊരാളിൽ സ്വയം കഴിവ് സങ്കല്പിക്കാതെ തന്നെ അവരിൽ ശിർക്ക് വന്നല്ലോ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആ വിഷയമാണ് നാദാപുരത്ത് മികച്ചു നിന്നത്. അപ്പൊ പേരോടെന്ത് ചെയ്തു? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് റൂട്ടൊന്ന് മാറ്റണം. അങ്ങനെ പേരോടെന്ത് കണ്ടുപിടിച്ചു? ഒരു പണി ചെയ്യുക, സലഫിയുടെ പേരിൽ നല്ലൊരു ആരോപണം ഇറക്കുക. എന്താ? സലഫി ഇവിടെ വന്നിട്ട് കാര്യമായി സലഫി നാദാപുരത്ത് വന്നതെന്തിനാ? അബൂജഹലിനെ മുഅ്മിനാക്കാൻ, അബൂജഹലിനെ മുഅ്മിനാക്കാൻ, മോഗ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനാണ് മൗലവിയുടെ വന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു നാദാപുരത്ത് ഇപ്പം എന്താ ചർച്ച? എല്ലാവരുടെ മുമ്പിൽ ഇയാൾ ഉണ്ടാക്കി തീർക്കുന്ന തന്ത്രം എന്താ അറിയോ? നാദാപുരത്ത് ഇപ്പം എന്താ ചർച്ച? അതിപ്പോ എന്താ? പേരോട് പറയുന്നു അബൂജഹൽ നരകത്തിലാ, ഹുസൈൻ സലഫി പറയുന്നു അബൂജഹൽ സ്വർഗത്തിലാണ്. പേരോട് പറയുന്നു അബൂജഹൽ കാഫിറാണ്, ഹുസൈൻ സലഫി പറയുന്നു അബൂജഹൽ മുഅ്മിനാണ് എന്ന അർത്ഥത്തിൽ വിഷയത്തെ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പേരോട് നടത്തി. നമ്മളിവിടെ ആവർത്തിച്ചു പറഞ്ഞു, അതിന് സമ്മതിക്കൂലട്ടോ. വിഷയത്തിന്റെ ഇടക്ക് കയറി വന്നതാ അറേബ്യൻ മുശ്രിക്കുകൾ, അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ വിഷയത്തിന്റെ ഇടക്ക് കയറി വന്നതാ. മർമ്മം അബൂജഹലൊന്നല്ല, അറേബ്യൻ മുശ്രിക്കുകളും അല്ല. അവരിൽ എന്തേ ശിർക്ക് വരാൻ കാരണം? നിങ്ങളുടെ വാദം എന്താ? അള്ളാനെ പോലെ സ്വതന്ത്രമായി കഴിവുള്ള ഒരു വ്യക്തിയാണ്, ശക്തിയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ. അപ്പൊ നമ്മുടെ വാദം എന്താ? അങ്ങനെയാണെങ്കിൽ പേരോടെ ലോകത്ത് ഒരു ശിർക്കും വന്നിട്ടില്ല. കാരണം എന്താണ്? അബൂജഹൽ മാത്രല്ല, ഒരു മുശ്രിക്കും അള്ളാനെ പോലെ തുല്യതയുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് സലഫി സ്വന്തം പറഞ്ഞതുമായിരുന്നില്ല, നിങ്ങൾക്കന്ന് വായിച്ചു തന്നില്ലേ റാസിയിലുള്ളൊരു ഉദ്ധരണി. ഇഅ്ലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. ഇതുപോലെ എത്ര ഉദ്ധരണി നിങ്ങൾക്ക് കേൾപ്പിച്ചു? മിണ്ടിയോ നിങ്ങൾ? എന്താ അതിൽ പറയുന്നത്? നീ മനസ്സിലാക്കിക്കോ, ലോകത്തൊരാളും തന്നെയില്ല അള്ളാഹ്ക്ക് സമമായ നിലക്ക് അസ്തിത്വത്തിലും കഴിവിലും അറിവിലും ഹിക്മത്തിലും ഒക്കെ അള്ളാഹുവിനോട് തുല്യമാണ്. അവരർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ശക്തി എന്ന നിലക്ക് ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഇന്നുവരെ അങ്ങനത്തെ ഒരു കൂട്ടരെ കാണപ്പെട്ടിട്ടില്ല. എത്ര ഇബാറത്തുകൾ വായിച്ചു, എത്രയോ ഇബാറത്തുകൾ വായിച്ചില്ലേ? മാത്രമല്ല മുശ്രിക്കീങ്ങളെ പറ്റി മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഇന്ന തവായിഫൽ മുശ്രിക്കീന അത്ബഖു വത്തഫഖു അലാ അന്നല്ലാഹ ഖാലിഖു ഹൗലായി ശുറകാ. ലോകത്ത് അതാ മുശ്രിക്കീങ്ങൾ, അറേബ്യൻ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എത്ര വിഭാഗമാകട്ടെ, ഏത് വിശ്വാസക്കാരാണെങ്കിലും ആ വിശ്വാസക്കാർ എങ്ങനെയൊക്കെയുള്ളവരാണെങ്കിലും അവരൊക്കെയും ഏകോപിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർ യോജിപ്പിലെത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നല്ലാഹ ഖാലിഖു ഹൗലായി ശുറകാ. അവർ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞ ആ ശരീക്കുകളൊക്കെ, അവരുടെയൊക്കെ അടക്കം എല്ലാവരുടെയും ഖാലിഖ് അല്ലാഹ് തന്നെ എന്നവരും യോജിച്ച കാര്യമാണ്. എത്ര ഉദ്ധരണികൾ വായിച്ചു? പേരോട് തൊട്ടുവോ? പേരോടതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു ഇബാറത്തും കേട്ടത് നടിക്കുന്നില്ല എന്ന് നിങ്ങൾ നോക്കൂ. ഇതൊക്കെ കേൾക്കാത്ത ഭാവം നടിച്ചിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമല്ലേ പേരോട് നടത്തിയത്? അബൂജഹലിന്റെ മദ്ഹ് പറയാൻ വന്നതാണെന്നും പറഞ്ഞിട്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അബൂജഹലല്ല ഇവിടുത്തെ മർമ്മം. ഇവിടുത്തെ മർമ്മം എന്താണ്? അറേബ്യൻ ജനത അവരുടെ ആരാധ്യരായ ആളുകളിൽ സ്വമദിയത്ത് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. അതാണ് ഇവിടുത്തെ മർമ്മം. അതിലേക്ക് തിരിച്ചു വരണം പേരോട്. സ്വമദീയത്തിന്റെ ആ വിഷയത്തിൽ നിന്ന്, സ്വയം കഴിവിന്റെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജനശ്രദ്ധ തിരിക്കുകയാണെന്ന്. അബൂജഹിൽ 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 മോമിനാണ്, അബൂജഹിൽ മോമിനാണ്, അബൂജഹിൽ മോമിനാണെന്ന് പറയാനാണ് സലഫി നാദാപുരത്ത് വന്നത്. മാത്രമല്ല നാദാപുരത്ത് വന്നത് തന്നെ അബൂജഹിലിന്റെ മദ്ഹ് പറയാനാണ്. എത്ര സ്ഥലത്തായി ഈ ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര ഗൗരവത്തിലുള്ള ആരോപണമാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സലഫി ഒരിക്കലും
അബൂജഹിലിനെ മോമിനാക്കിയിട്ടില്ല. അത് മോമിനാക്കിയതിന് തെളിയിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല. അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സവിസ്തരം പറഞ്ഞതാണ്. ഞാൻ അങ്ങോട്ട് ഇനി കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ എവിടെയാ എത്തിയത്? ഇപ്പൊ എത്തിയത് ഇപ്പൊ നല്ല രസമുണ്ട്. പേരോട്